PSC വിന്നിംഗ് വിഷൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ആദ്യത്തെ പാർട്ടാണ്. മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാ മാസത്തെയും കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ടതിൻ്റെ ഓർമ്മയ്ക്ക് നവംബർ 1 കേരളപ്പിറവി ദിനം ആഘോഷിക്കുന്നു. അല്ലേ, നവംബർ 1 നമ്മൾ കേരളപ്പിറവി ദിനമായിട്ട് ആഘോഷിക്കുന്നു. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ടതിൻ്റെ ഓർമ്മയ്ക്ക്. രണ്ടാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളപ്പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ കപ്പലാണ് MSC വിവിയാന. കേരളപ്പിറവി ദിനത്തിൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ കപ്പലാണ് MSC വിവിയാന. അടുത്ത ചോദ്യം, 2024 വക്കം മൗലവി സ്മാരക പുരസ്കാര ജേതാവ് TJS ജോർജ്. 2024 വക്കം മൗലവി സ്മാരക പുരസ്കാര ജേതാവാണ് TJS ജോർജ്. പത്രസ്വാതന്ത്ര്യത്തിനുള്ള മികച്ച സംഭാവനകളെയും പ്രവർത്തനങ്ങളെയും പരിഗണിച്ചാണ് വക്കം മൗലവി മെമ്മോറിയൽ ആൻഡ് റിസർച്ച് സെൻറ്റർ അവാർഡ് നൽകുന്നത്. അപ്പോൾ 2024 വക്കം മൗലവി സ്മാരക പുരസ്കാര ജേതാവാണ് TJS ജോർജ് ആണെന്ന് ഓർത്തിരിക്കുക. പത്രസ്വാതന്ത്ര്യത്തിനുള്ള മികച്ച സംഭാവനകളുടെയും പ്രവർത്തനങ്ങളെയും പരിഗണിച്ചാണ് വക്കം മൗലവി മെമ്മോറിയൽ ആൻഡ് റിസർച്ച് സെൻറ്റർ അവാർഡ് നൽകുന്നത്. അടുത്ത ചോദ്യം, 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് അബ്ദുള്ള അബൂബക്കർ. 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? അബ്ദുള്ള അബൂബക്കറാണ്. ട്രിപ്പിൾ ജമ്പ് താരമാണ് അബ്ദുള്ള അബൂബക്കർ കേട്ടോ. ട്രിപ്പിൾ ജമ്പ് താരമാണ് അബ്ദുള്ള അബൂബക്കർ. വോളിബോൾ ഇതിഹാസമായ ജിമ്മി ജോർജിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം കേരളത്തിലെ മികച്ച കായിക താരത്തിന് നൽകുന്നതാണ്. ഇതിൻ്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ് കേട്ടോ. സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ അബ്ദുള്ള അബൂബക്കർ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ 2022 കോമൺവെൽത്ത് ഗെയിംസിലും വെള്ളി നേടിയിട്ടുണ്ട് അബ്ദുള്ള അബൂബക്കർ. അപ്പോൾ അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പ് താരമാണെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2024 മയോണൈസ് നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് തെലുങ്കാന കേട്ടോ. 2024 മയോണൈസ് നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാനയാണ്. പക്ഷേ എന്നല്ല കേട്ടോ, ഭക്ഷ്യവിഷബാധയെ തുടർന്ന് മുട്ട ചേർത്തുണ്ടാക്കുന്ന മയോണൈസ് 1 വർഷത്തേക്കാണ് നിരോധിച്ചേക്കുന്നത് കേട്ടോ. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് മുട്ട ചേർത്തുണ്ടാക്കുന്ന മയോണൈസ് 1 വർഷത്തേക്കാണ് എവിടെ നിരോധിച്ചത്? തെലങ്കാനയിൽ നിരോധിച്ചതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2024-25 വർഷത്തിൽ ലക്ഷത്തിലധികം മൺചിരാതുകൾ 2024 25 ലക്ഷത്തിലധികം മൺചിരാതുകൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരമാണ് ഏത്? അയോധ്യ കേട്ടോ. അയോധ്യ 2024 25 ലക്ഷത്തിലധികം മൺചിരാതുകൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ നഗരം ഏതാണ്? അയോധ്യയാണ് കേട്ടോ. അയോധ്യ. അടുത്ത ചോദ്യം, 2024 അന്തരിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധനാണ് ബിബേക് ദെബ്രോയ്. ആരാണ്? ബിബേക് ദെബ്രോയ് കേട്ടോ. 2024 അന്തരിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധനാണ് ആര്? ബിബേക് ദെബ്രോയ്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനായിരുന്നു ഈ ബിബേക് ദെബ്രോയ് കേട്ടോ. അടുത്ത ചോദ്യം, 2024 കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് വേദിയായത്, അതായത് ചോഗം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? സമോവയിലാണ്. അപ്പിയ അവിടെയാണ് നടന്നത് കേട്ടോ. സമോവയിലാണ് നടന്നത്. കോമൺവെൽത്ത് രാജ്യങ്ങൾ ആദ്യമായി സമുദ്ര സംരക്ഷണത്തിനായുള്ള സമുദ്ര പ്രഖ്യാപന നയം അംഗീകരിച്ചു. അപ്പിയ കോമൺവെൽത്ത് ഓഷ്യൻ ഡിക്ലറേഷൻ എന്നാണ് അതിനറിയപ്പെടുന്നത് കേട്ടോ. അപ്പിയ കോമൺവെൽത്ത് ഓഷ്യൻ ഡിക്ലറേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ 2024 കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് വേദിയായത് ചോഗം. വേദി എവിടെയാണ്? സമോവയിലെ അപ്പിയയിലാണ് ഇത് നടന്നത്. അവിടെ വെച്ചിട്ട് എന്താണ്? സമുദ്ര സംരക്ഷണത്തിനായുള്ള സമുദ്ര പ്രഖ്യാപന നയവും അംഗീകരിച്ചു. അതറിയപ്പെടുന്ന എങ്ങനെയാണ്? അപ്പിയ കോമൺവെൽത്ത് ഓഷ്യൻ ഡിക്ലറേഷൻ.
അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്തിടെ UN ഹാബിറ്റാറ്റിൻ്റെ സുസ്ഥിര വികസന നഗരത്തിനുള്ള ഷാങ്ഹായ് പുരസ്കാരം ലഭിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അടുത്തിടെ UN ഹാബിറ്റാറ്റിൻ്റെ സുസ്ഥിര വികസന നഗരത്തിനുള്ള ഷാങ്ഹായ് പുരസ്കാരം ലഭിച്ച കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം കേട്ടോ, തിരുവനന്തപുരം. ഇനി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണ് കേട്ടോ. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവനാണ്. NS മാധവൻ്റെ കുറച്ച് കൃതികളുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. NS മാധവൻ്റെ കൃതികളാണ് ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ കേട്ടോ, ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, ഹിഗ്ഗിറ്റ, പഞ്ചകന്യകകൾ, വൻമരങ്ങൾ വീഴുമ്പോൾ, പര്യായ കഥകൾ, പുറം മറുപുറം, തിരുത്ത്, അർദ്ധനാരീകാണ്ഡം, ചൂളൈമേടിലെ ശവങ്ങൾ, തത്സമയം, ഭീമച്ചൻ എന്നിവ ആരുടെയാണ്? NS മാധവൻ്റെ രചനകളാണ്. അപ്പോൾ NS മാധവൻ്റെ യാത്രാ വിവരണമാണ് 3 യാത്രകൾ കേട്ടോ. NS മാധവൻ്റെ യാത്രാ വിവരണം ഏതാണ്? 3 യാത്രകളാണ്. 2 നാടകങ്ങൾ എന്ന കൃതിയിൽ രായും മായും, അർബുദ വൈദ്യൻ എന്നീ രചനകൾ ഇതിൽ ഉൾപ്പെടുന്നു കേട്ടോ. 2 നാടകങ്ങൾ എന്ന കൃതിയിൽ ഉൾപ്പെടുന്ന കൃതികളാണ് രായും മായും, അർബുദ വൈദ്യൻ എന്നീ രചനകൾ കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. 2004 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ വിഭാഗം ലഭിച്ചത് NS മാധവൻ്റെ ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന കൃതിക്കും 1995 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ചെറുകഥാ വിഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഹിഗ്ഗിറ്റ എന്ന് പറയുന്ന കൃതിക്കുമാണ് ലഭിച്ചത്. ഇനി 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? SK വസന്തൻ കേട്ടോ. SK വസന്തനാണ് 2023 ഈ പറയുന്ന എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ഓർത്തിരിക്കുക, 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയും ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യം, ടൂണീഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന 3 ആനകളെ ഏറ്റെടുക്കുന്ന വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാംനഗർ, ഗുജറാത്ത്. ടൂണീഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന 3 ആനകളെ ഏറ്റെടുക്കുന്ന വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാംനഗർ, ഗുജറാത്ത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം ടൂണീഷ്യയിലെ ആനകൾക്ക് കൃത്യമായ ഭക്ഷണം കൊടുക്കാനാകാത്ത സാഹചര്യത്തിലാണ് ആനകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി ഈ വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ ആനന്ദ് അംബാനിയാണ്. ആരാണ്? ആനന്ദ് അംബാനിയാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ജാംനഗർ, ഗുജറാത്ത്. ജാംനഗർ, ഗുജറാത്ത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 2024 ഒക്ടോബറിൽ ദേശ് കാ വല്ലഭ് പ്രതിമ സ്ഥാപിതമായത് എവിടെയാണ്? ദേശ് കാ വല്ലഭ് പ്രതിമ സ്ഥാപിതമായത് അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ്. എവിടെയാണ്? തവാങ്, അരുണാചൽ പ്രദേശ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് ഈ പറയുന്ന ദേശ് കാ വല്ലഭ്. വല്ലഭായ് അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കിൾ ഓടിക്കുമ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിന് ജയിൽ ശിക്ഷ ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ജപ്പാൻ. ഏതാണ്? ജപ്പാൻ കേട്ടോ. ജപ്പാനാണ്. സൈക്കിൾ ഓടിക്കുമ്പോൾ ഒരു കയ്യിൽ സ്മാർട്ട് ഫോൺ വെച്ച് സംസാരിക്കുകയോ സ്ക്രീനിൽ നോക്കുകയോ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്നവർ സൃഷ്ടിച്ച അപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് ശിക്ഷ ഏർപ്പെടുത്തിയെന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഭൂമിക്ക് പുറത്തുള്ള ജീവനെയും ജീവിതത്തെയും പഠനവിധേയമാക്കുന്ന ഇന്ത്യയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? എവിടെയാണ്? ലേയിലാണ്. മറ്റു ഗ്രഹങ്ങളിലുള്ള മനുഷ്യവാസ സാധ്യതകൾ അറിയുകയും ബഹിരാകാശ നിലയം സ്ഥാപിച്ച് പഠനം നടത്തുമ്പോഴുണ്ടാകുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കുകയാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കാമല്ലോ. ഭൂമിക്ക് പുറത്തുള്ള ജീവനെയും ജീവിതത്തെയും പഠനവിധേയമാക്കുന്ന ഇന്ത്യയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന് തുടക്കം കുറിച്ച് എവിടെയാണ്? ലേയിലാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യമാണ്. കരീബിയൻ രാജ്യമായ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ
പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു? ഓർത്തിരിക്കുക, കരീബിയൻ രാജ്യമായ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു. 2021 ഡൊമിനിക്കയ്ക്ക് ഇന്ത്യ 70,000 ഡോസ് കോവിഡ് വാക്സിൻ നൽകിയിരുന്നു. അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇത് കൊടുത്തത് കേട്ടോ. അടുത്ത ചോദ്യം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ IHRD സംഘടിപ്പിക്കുന്ന രണ്ടാമത് നിർമ്മിത ബുദ്ധി അന്താരാഷ്ട്ര കോൺക്ലേവിൻ്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരം കേട്ടോ. നവംബർ 8, 9, 10 തീയതികളിൽ തിരുവനന്തപുരം കനകക്കുന്നിലാണ് ഇത് നടന്നത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ ദയാവധത്തിന് വിധേയമാക്കപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായിരുന്ന അണ്ണാനാണ് പീനട്ട് കേട്ടോ. പീനട്ട് അടുത്തിടെ ദയാവധത്തിന് വിധേയമാക്കപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായിരുന്ന അണ്ണാനാണ് പീനട്ട്. ഇതിനോടൊപ്പം പേവിഷബാധ ആരോപിച്ചായിരുന്നു പീനട്ടിനെ ദയാവധത്തിന് വിധേയമാക്കിയത്. പീനട്ടിനൊപ്പം ഫ്രെഡ് എന്നിവ റാക്കൂണിനെയും ദയാവധത്തിന് വിധേയമാക്കി എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക കേട്ടോ. റാക്കൂൺ. ഇപ്പോൾ പീനട്ട് എന്താണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പീനട്ട്. അടുത്ത ചോദ്യം, കുത്തക വിരുദ്ധ നിയമം ലംഘിച്ചതിന് മെറ്റയ്ക്ക് 80 കോടി രൂപ പിഴ ചുമത്തിയത് യൂറോപ്യൻ യൂണിയൻ ആണ് കേട്ടോ. പിഴ ചുമത്തിയെന്നാണ് കേട്ടോ. കുത്തക വിരുദ്ധ നിയമം ലംഘിച്ചതിന് മെറ്റയ്ക്ക് 80 കോടി രൂപ പിഴ ചുമത്തിയതാരാണ്? യൂറോപ്യൻ യൂണിയൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഫേസ്ബുക്കിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പരസ്യം നൽകുന്ന ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലേക്ക് ഉപഭോക്താക്കൾക്ക് നേരിട്ട് പ്രവേശനം നൽകുന്നതിനെതിരെയാണ് പിഴ നൽകുന്നത് കേട്ടോ. അതിനാണ് പിഴ ഏർപ്പെടുത്തിയത്. അടുത്ത ചോദ്യമാണ്, അമൃത പ്രീതത്തിൻ്റെ ആത്മകഥയാണ് റവന്യൂ സ്റ്റാമ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അമൃത പ്രീതത്തിൻ്റെ ആത്മകഥ ഏതാണ്? റവന്യൂ സ്റ്റാമ്പ്. ഈ പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനം ചെയ്തത് ആരാണ്? ഈ റവന്യൂ സ്റ്റാമ്പിൻ്റെ കൃഷ്ണവേണി. കാരണം കൃഷ്ണവേണിയാണ് കേട്ടോ. കൃഷ്ണവേണി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2024 ഇന്ത്യ എവിടെ സൂക്ഷിച്ചിരുന്ന 102 ടൺ സ്വർണ്ണശേഖരമാണ് RBIയിൽ തിരികെ എത്തിച്ചത്? 2024 ഇന്ത്യ എവിടെ സൂക്ഷിച്ചിരുന്ന 102 ടൺ സ്വർണ്ണശേഖരമാണ് RBIയിൽ തിരികെ എത്തിച്ചത്? ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. എവിടെയാണ്? ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ചിരുന്നത്. വലിയ വാർത്തയായിരുന്നു കേട്ടോ. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ചിരുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2024 ഒക്ടോബറിൽ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? രാജേഷ് കുമാർ സിംഗ്. ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ് 2024 ഒക്ടോബറിൽ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത്. അടുത്ത ചോദ്യം, ഹ്വാസ്വാങ് 19 മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യമേത്? ഉത്തര കൊറിയയാണ് കേട്ടോ. ഉത്തര കൊറിയ. ഹ്വാസ്വാങ് മിസൈൽ 19 മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യമേതാണ്? ഉത്തര കൊറിയ. ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങൾക്കിടെ ഏറ്റവും ദൂരം സഞ്ചരിച്ച മിസൈൽ കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഈ ഹ്വാസ്വാങ് എന്ന് പറഞ്ഞാൽ. അടുത്ത ചോദ്യം, ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലികാവകാശമാണെന്നും പങ്കാളിയുടെ സ്വകാര്യതയിൽ ഒളിഞ്ഞു കയറിയെടുക്കുന്ന വിവരങ്ങൾ തെളിവായി സ്വീകരിക്കാൻ ആവില്ലെന്ന് പ്രഖ്യാപിച്ച കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി കേട്ടോ. മദ്രാസ് ഹൈക്കോടതി. ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധം ഉണ്ടെന്ന് തെളിയിക്കാൻ ഭർത്താവ് ഹാജരാക്കിയ ഫോൺ സംഭാഷണ വിവരങ്ങൾ തള്ളിക്കൊണ്ട് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജസ്റ്റിസ് GR സ്വാമിനാഥൻ വിധി പ്രഖ്യാപിച്ചു. അപ്പോൾ ഹൈക്കോടതി ഓർത്തിരിക്കുക, മദ്രാസ് ഹൈക്കോടതി. അടുത്ത ചോദ്യം, 2024 നവംബറിൽ മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? നവീൻ റാം ഗുലാം. 2024 നവംബറിൽ മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? നവീൻ റാം ഗുലാം കേട്ടോ. നവീൻ റാം ഗുലാമാണ്. മൗറീഷ്യസ് പ്രസിഡന്റ് പൃഥ്വിരാജ് സിംഗ് രൂപൻ. മൗറീഷ്യസ് പ്രസിഡന്റ് ആരാണ്? പൃഥ്വിരാജ് സിംഗ് രൂപൻ. അടുത്ത ചോദ്യം, 2024 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയ ആയുധ സംവിധാനമാണ് ഗൈഡഡ് പിനാക്ക. 2024 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയ ആയുധ സംവിധാനമാണേത്? ഗൈഡഡ് പിനാക്ക. DRDO ആണ് പരീക്ഷണം നടത്തിയെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ശബരിമല തീർത്ഥാടകർക്കായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം വികസിപ്പിച്ചെടുത്ത
ചാറ്റ് ബോട്ടാണ് സ്വാമി ചാറ്റ് ബോട്ട് കേട്ടോ. സ്വാമി ചാറ്റ് ബോട്ട് ശബരിമല തീർത്ഥാടകർക്കായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം വികസിപ്പിച്ചെടുത്ത ചാറ്റ് ബോട്ട് ഏതാണ്? സ്വാമി ചാറ്റ് ബോട്ട്. 6 ഭാഷകളിൽ ചാറ്റ് ബോട്ട് ആക്സസ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. 2024 നവംബറിൽ സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമം അഫ്സ്പ എന്ന് പറയും വീണ്ടും ഏർപ്പെടുത്തിയ വടക്ക് കിഴക്കൻ സംസ്ഥാനം മണിപ്പൂരാണ്. ഇത് പിൻവലിച്ചിരുന്നു, പിന്നീട് രണ്ടാമതും ഏർപ്പെടുത്തി. അഫ്സ്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം 1958 സെപ്റ്റംബർ 11 കേട്ടോ. അഫ്സ്പ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം എന്നാണ് 1958 സെപ്റ്റംബർ 11. അഫ്സ്പ നിയമത്തിനെതിരെ മണിപ്പൂരിൽ 16 വർഷം നീണ്ട നിരാഹാര സമരം നടത്തിയ വനിതയാണ് ഈറോം ശർമിള കേട്ടോ. ഈറോം ശർമിള. 2024 നവംബറിൽ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിലേക്ക് തിരികെ എത്തുന്ന മുൻ ബോക്സിംഗ് ചാമ്പ്യനാണ് മൈക്ക് ടൈസൺ. 2024 നവംബറിൽ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിലേക്ക് തിരികെ എത്തുന്ന മുൻ ബോക്സിംഗ് ചാമ്പ്യൻ ആരാണ്? മൈക്ക് ടൈസൺ. ആരാണ്? മൈക്ക് ടൈസൺ. വാട്ടർ പ്ലസ് നിലവാരത്തിലേക്ക് ഉയർന്ന കേരളത്തിലെ ആദ്യ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കേട്ടോ. വാട്ടർ പ്ലസ് നിലവാരത്തിലേക്ക് ഉയർന്ന കേരളത്തിലെ ആദ്യ കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യ ഉൾപ്പെട്ട ആദ്യ ദ്വിരാഷ്ട്ര വൈദ്യുത ട്രാൻസാക്ഷൻ ഉദ്ഘാടനം ചെയ്തത് 2024 നവംബർ 15 ഇന്ത്യ ഉൾപ്പെട്ട ആദ്യ ദ്വിരാഷ്ട്ര വൈദ്യുത ട്രാൻസാക്ഷൻ ഉദ്ഘാടനം ചെയ്തത് 2024 നവംബർ 15. ഇന്ത്യൻ ഗ്രിഡിലൂടെ നേപ്പാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്കായിരിക്കും വൈദ്യുതി കൈമാറുക. അടുത്ത ചോദ്യം, ഡൽഹിയിലെ സറായി കാലെ ഖാൻ ചൗക്കിൻ്റെ പുതിയ പേര് ബിർസ മുണ്ട ചൗക്ക്. ഡൽഹിയിലെ സറായി കാലെ ഖാൻ ചൗക്കിൻ്റെ പുതിയ പേരെന്നാണ്? ബിർസ മുണ്ട ചൗക്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 3 സെഞ്ചുറി നേടിയ ആദ്യ താരം സഞ്ജു സാംസൺ ആണ് കേട്ടോ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 3 സെഞ്ചുറി നേടിയ ആദ്യ താരം സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിലായിരുന്നു ഈ നേട്ടം സഞ്ജു കൈവരിച്ചത്. ഈ മത്സരത്തിൽ തിലക് വർമ്മയും സെഞ്ചുറി നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, അടുത്തിടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പുറത്തിറക്കിയ ഡെബിറ്റ് കാർഡാണ് PNB പലാഷ് ഡെബിറ്റ് കാർഡ് കേട്ടോ. PNB പലാഷ് ഡെബിറ്റ് കാർഡ് റീസൈക്കിൾ ചെയ്ത PVC പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഈ ഡെബിറ്റ് കാർഡ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് ആ ഡെബിറ്റ് കാർഡ്. അടുത്ത ചോദ്യം, ബംഗളൂരുവിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ട്രെയിനിങ് സെൻറ്റർ ആരംഭിക്കാൻ ഒരുങ്ങുന്ന എയർലൈനാണ് എയർ ഇന്ത്യ കേട്ടോ. ബംഗളൂരുവിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ട്രെയിനിങ് സെൻറ്റർ ആരംഭിക്കാൻ ഒരുങ്ങുന്ന എയർലൈൻ ഏതാണ്? എയർ ഇന്ത്യ. KYC ലംഘനത്തിന് RBI 61 ലക്ഷം രൂപ പിഴ ചുമത്തിയ ബാങ്കാണ് RBL ബാങ്ക് കേട്ടോ. KYC ലംഘനത്തിന് RBI 61 ലക്ഷം രൂപ പിഴ ചുമത്തിയ ബാങ്ക് ഏതാണ്? RBL ബാങ്ക്. അടുത്ത ചോദ്യം, അധികാരത്തിലിരിക്കെ ആമസോൺ കാടുകൾ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ജോ ബൈഡൻ. അടുത്ത ചോദ്യം, 2024 നവംബറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കരീബിയൻ രാജ്യമായ ബാർബഡോസ് സമ്മാനിച്ച പരമോന്നത ബഹുമതിയാണ് ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ്. ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ്. അടുത്ത ചോദ്യം, കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചിക 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10 കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 10. 4ാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്ക്, 5ാം സ്ഥാനം നെതർലാൻഡ്. 1, 2, 3 സ്ഥാനങ്ങൾ ആർക്കും ലഭിച്ചില്ല എന്നുള്ളതാണ് ഓർത്തിരിക്കുന്നത് കേട്ടോ. 4ാം സ്ഥാനം ആർക്കാണ്? ഡെൻമാർക്ക്. 5ാം സ്ഥാനം നെതർലാൻഡ്. 10ാം സ്ഥാനം ഇന്ത്യ. അടുത്ത ചോദ്യം, 2024 ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് കേട്ടോ. ഹോക്കിയാണ്. ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഹോക്കിയിൽ കിരീടം നേടിയത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. ഫൈനലിൽ ഇന്ത്യ ആരെ പരാജയപ്പെടുത്തി? ചൈനയെ പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ 3ാം കിരീടമാണ്. തുടർച്ചയായ 2ാം കിരീടവും മൊത്തത്തിൽ 3ാം കിരീടവുമാണ് ഇന്ത്യയുടെ എന്ന് ഓർത്തിരിക്കുക. ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് കേട്ടോ. ഇതോടെ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ എന്ന നേട്ടത്തിൽ ദക്ഷിണ കൊറിയയ്ക്കൊപ്പം എത്തി ആര്? ഇന്ത്യ. ഇതിന് വേദിയായത് എവിടെയാണ്? ബീഹാർ. ബീഹാറിലെ രാജ്ഗിറാണ്. ഇതിന് ഭാഗ്യചിഹ്നമായിരുന്നു ഗുഡിയ എന്ന കുരുവി കേട്ടോ. ഗുഡിയ ഒരു കുരുവിയാണ് ഗുഡിയ. അപ്പോൾ
2024 ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ട്രോഫി നേടിയാരാണ്? ഇന്ത്യയാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി സ്പോർട്സ് ലീഗ് ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഫുട്ബോള്, ക്രിക്കറ്റ്, വോളിബോൾ, കബഡി എന്നിവ പ്രാഥമികമായി ഉൾപ്പെടുത്തും. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി സ്പോർട്സ് ലീഗ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിലെ കോളേജുകളെ 6 മേഖലകളായി തിരിച്ചായിരിക്കും ലീഗ് നടത്തുക കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം PM11 ടീമുകളുമായി കൂടിക്കാഴ്ച നടത്തിയ, ഈ 2 ടീമുമാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായും PM11 ടീമുകളുമായും കൂടിക്കാഴ്ച നടത്തിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് ആൻ്റണി ആൽബനീസ് കേട്ടോ. ആൻ്റണി ആൽബനീസ്. 11ാമത് നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സർസൈസിൻ്റെ വേദി സാറക്സ് 24 എന്ന് പറയും. കൊച്ചിയാണ് വേദി കേട്ടോ, കൊച്ചി കേട്ടോ. 11ാമത് നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സർസൈസിൻ്റെ വേദി എവിടെയാണ്? കൊച്ചിയാണ്. ബഹിരാകാശത്തെ ഇന്ത്യയുടെ ആദ്യ AI ലാബ് ഏതാണ്? MOITD. ഏതാണ്? MOITD ആണ്. മൈ ഓർബിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ. ഇതാണ് എൻ്റെ ഫുൾ ഫോം കേട്ടോ. ബഹിരാകാശത്തെ ഇന്ത്യയുടെ ആദ്യ AI ലാബാണ് MOITD, മൈ ഓർബിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ബഹിരാകാശ സാങ്കേതിക സ്ഥാപനമായ ടേക്ക് മീ ടു സ്പേസ് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ISROയുടെ PSLV C60 ആണ് AI ലാബ് ബഹിരാകാശത്ത് എത്തിക്കുന്നത്. അപ്പോൾ MOITD ഓർത്തിരിക്കുക. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടേക്ക് മീ ടു സ്പേസ് ആണിത് നിർമ്മിച്ചതെന്ന് ഓർത്തിരിക്കുക. ISROയുടെ PSLV C60 ഈ ലാബ് ബഹിരാകാശത്ത് എത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കേരളത്തിൽ എത്തിയ ആദ്യ അരുമ മൃഗമാണ് ഇവ. ആരാണ്? ഇവ കേട്ടോ. ഇവ എന്നൊരു പൂച്ചക്കുട്ടിയാണ് ഇവ. ഓക്കെ അല്ലേ? എത്ര ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ഇത്തരം ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്